നമുക്ക് കുറച്ച് കൂടുതൽ അസോള വാരിയെടുക്കണം. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ നടുന്നതിന്റെ നടുക്കായിട്ട് ടാർപോളിൻ ഷീറ്റിൽ സെറ്റ് ചെയ്ത് അസോള ഇട്ടത്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചാണ്. ഇപ്പം കണ്ടോ നല്ല അസോള ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല അസോള നല്ല വലുപ്പമുണ്ട് അല്ലേ. അപ്പോൾ കിട്ടുന്നതൊക്കെ നമുക്ക് ഈ കൊട്ടയ്ക്ക് ഇങ്ങനെ വാരിയെടുക്കാം. ശരിക്ക് മഴക്കാലമാകുന്ന സമയത്ത് അസോള പോകലുണ്ട്, നശിച്ചു പോവും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഇപ്രാവശ്യം അധികം മഴ ഇല്ലാത്തതുകൊണ്ടാണ് ആ തവള പോയി നോക്ക്. അപ്പം അങ്ങനെ പോകുമ്പോൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റെയിൻ ഷെൽറ്ററിൻ്റെ ഉള്ളിൽ മഴ കൊള്ളാത്ത സ്ഥലത്ത് നമ്മൾ അസോള ഇതുപോലെ ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും കുറേ അസോള ഉണ്ട് കേട്ടോ. നല്ല പച്ചപ്പും വന്നിട്ടുണ്ട്. നമ്മൾ മഴ തുടങ്ങുന്ന സമയത്തായിട്ട് ഇതിലൊന്നും കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ ഷീറ്റിന് ചെറിയൊരു ജീക്ക് വന്നു. വേനലിലൊക്കെ വറ്റിപ്പോയിട്ട് നമ്മളെ അങ്ങനെ ഷീറ്റ് കീറിയ ഭാഗമൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി പിന്നെ അസോള കൊണ്ടിട്ട് കൊടുത്ത്. പിന്നെ അധികം മഴയും ഇല്ല, ഇടയ്ക്ക് വെയിലൊക്കെ വരുന്നതുകൊണ്ടാണ് നല്ല ഉണ്ടായും ചെയ്യുന്നത്. തവളക്കൂട്ടുണ്ടല്ലോ ഇതില്, ബിയമോളെ തവള ഉണ്ട് ഇതില്. ഇവിടെ അവിടെ തല പൊന്തിച്ചേക്കുന്നുണ്ട് അല്ലേ. ശരിക്കും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു കൊട്ട കിട്ടും കേട്ടോ. നമുക്ക് മറ്റേ ടാങ്കിലൊന്നും പോണ്ട. എന്താ ഒരു തവളക്കുട്ടൻ. ബിയമോള് കണ്ട പിന്നെ കയ്യിൽ കറക്റ്റ് പിടിക്കും. ഒരാൾ അപ്പുറത്തും ഉണ്ടാവുമല്ലോ, 1-2 ആളുണ്ട് ഇതില്. ബിയമോൾക്ക് എണ്ണ അറിയുള്ളൂ, ഓരോ ടാങ്കിലും എത്ര തവള ഉണ്ടെന്നൊക്കെ ബിയമോൾക്കേ അറിയുള്ളൂ. ശരിക്കും നമുക്ക് ഈ ഒരു ടാങ്കിൽ തന്നെ കിട്ടിയിട്ട് ഒരു കൊട്ട അപ്പുറത്തൊന്നും പോകണ്ട. ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ കോഴിക്ക് കൊടുത്തിട്ട്, കോഴിക്ക് നല്ല പച്ചക്കറീന്റെ വേസ്റ്റ് ഉണ്ട്. അപ്പൊ അത് കൊടുക്കുന്നതുകൊണ്ട് അസോള കൊടുക്കലില്ല. നല്ല പ്രോട്ടീനുള്ള സാധനം ആയതുകൊണ്ട് കോഴികൾക്ക് നല്ല തീറ്റയാണ് അസോള. അപ്പം എപ്പോഴും നമ്മളെ കോഴിക്കല്ല ഇത് കൊടുക്കല്. അപ്പൊ ഇന്ന് നമ്മളിത് വളമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ അസോളന്റെ വീഡിയോ ചെയ്തപ്പോഴൊക്കെ ഒന്ന് അസോള കൃഷി കാണിക്കും, പിന്നെ ഒന്ന് കോഴിക്ക് കൊടുക്കുന്നൊക്കെ കാണിക്കും. അപ്പം ഇത് നല്ലൊരു ജൈവ വളം കൂടെയാണ്. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്നും ജൈവവളം ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരു കൊട്ട എടുത്തിട്ടുണ്ട്. ഇനി തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ടാങ്ക് നിലയിൽ അപ്പുറം ടാങ്കിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അതിന് എടുക്കാം. ഈ കാണുന്നതൊക്കെ 2 ദിവസം കൊണ്ട് ഫുള്ളാവും കേട്ടോ. ഒരു ദിവസം തന്നെ മതി. ഇപ്പം നല്ല ഇങ്ങോട്ട് നിരന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഗ്യാപ്പിളൊക്കെ ഫില്ലാവും. എന്തായാലും നെറ്റ് വിടാക്കട്ടെ. അപ്പോൾ ഇതാ ഒരു കൊട്ട അസോള, എന്താ ഭംഗിയൊക്കെ കാണാൻ അസോള. അപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഇതാ ഇവിടെ തന്നെയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പച്ചമുളക് ചട്ടിയിൽ നട്ടാണ്ടില്ലേ, ഇതവിടെ വെക്കാൻ പറ്റില്ല കൊട്ട. അതൊക്കെ നമ്മൾ പച്ചമുളക് ചട്ടി നട്ടാണ്. അപ്പോൾ നല്ല മഴ കാരണം മണ്ണൊക്കെ ഇങ്ങോട്ട് ഉറച്ചു പോയിട്ടുണ്ട്. എന്നാലും ഒന്നും കേടായി പോയിട്ടില്ല. നമ്മൾ പുറത്ത് നട്ട പച്ചമുളകും ക്യാബേജൊക്കെ പോയി, ഒക്കെ തൈ മാറ്റി നട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നട്ട് റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളിതാ ഫസ്റ്റ് ഈ അസോള, ഇത് നല്ല അസോളയിൽ നല്ല നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ തന്നെ മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. അപ്പോൾ മഗ്നീഷ്യത്തിന് കുറവ് എല്ലാത്തിനും പരിഹരിക്കാനായിട്ട് നമുക്ക് നൈട്രജൻ നല്ല ഉള്ളതുകൊണ്ട് തന്നെ ചെടികൾ നല്ല വളരും. നമ്മളിതാ ഇതുപോലെ ചട്ടിയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അപ്പോൾ നല്ല വളവും കിട്ടും. പിന്നൊന്നും എന്താ അറിയോ, നമ്മൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു പൊത ഇട്ട പോലെ ഇതിൽ മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് ഉറച്ചു പോകില്ല. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് നമ്മളിതിന് ഒന്നുകൂടെ മണ്ണ് ഇട്ട് കൊടുക്കും. അത് നമ്മൾ ചട്ടിയിലൊക്കെ കണ്ടില്ലേ, ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് മണ്ണ് നിറച്ചപ്പം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നല്ല വളം ഇതിലേക്ക് പിടിച്ചും കിട്ടിക്കോളും. ഇതേ ഒരു തൈ നമ്മൾ ഈ ചട്ടിയിൽ ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ ഇത് പുതിയ തൈയാട്ടോ. അപ്പോൾ വെച്ചിട്ടുള്ളൂ, ഇന്നലെ വെച്ച് കൊടുത്താണ്. നല്ല അതിന് ഇട്ട് കൊടുക്കാം, അതുകൊണ്ട് പിടിച്ചു വരുന്നേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് ചീഞ്ഞു പോയി. ഇതങ്ങോട്ടൊക്കെ ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ, അത് 1-2 അങ്ങനെ ചീഞ്ഞാണ്ട് ഉമ്മ മാന്തി നോക്കിയപ്പം കിഴങ്ങ് അടിയിൽ തന്നെ ചീഞ്ഞു പോയി. അതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് എല്ലാ ചട്ടിയിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് അസോള. പക്ഷേ നമ്മളെല്ലാവരും ഇവിടെ എല്ലാവരും കോഴിക്കാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വീഡിയോയിലും പറയൽ കോഴിക്ക് കൊടുക്കാൻ തീറ്റയായിട്ട് കൊടുക്കാൻ എന്താ തീറ്റ ചിലവ് കുറയ്ക്കാൻ ഇതിനൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് ഇഷ്ടം പോലെ വളം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്നും വളമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കലില്ല. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വളമായിട്ടും പൊതയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് അസോള. ആദ്യം നമുക്ക് എല്ലാ ചട്ടിയിലും ഇട്ട് കൊടുക്കാം. ഈ ലൈന് പോയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. ചട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടേ കൊട്ടയിട്ട് ഉള്ളിൽ കൂടെ നടക്കാനും പണിയാണ്. നമ്മൾ രണ്ടാമത്തെ കൊട്ട എടുത്തപ്പോഴാണ് നമ്മളെല്ലാ ചട്ടിയിലും ഇട്ട് കഴിഞ്ഞത്. എല്ലാത്തിലും
നല്ല ഭംഗിയുണ്ട് കാണാൻ. ദൂരെ നിന്ന് കാണുമ്പോൾ ഇന്നത് കള മുളച്ചതായിരിക്കും അല്ലേ? നമ്മൾ പച്ചമുളകിന്റെ ഇടയ്ക്കൊക്കെ കളയെന്ന് വിചാരിക്കും. പക്ഷെ ഇത് 2 ദിവസം കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞു പോയിക്കോളും. പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ മണ്ണിടുമ്പോൾ കറക്റ്റ് പിടിച്ചും കിട്ടിക്കോളും. അപ്പൊ ഇനി നമുക്ക് ഒരു കൊട്ടയും കൂടെ വേണം. അതെന്തിനാന്ന് കാണിച്ചിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ടാങ്കിലുള്ളത് കണ്ടോ, അവിടെ അത്രയും ഗ്യാപ്പ് വന്ന് അതൊക്കെ 2 ദിവസം വേണം ഇനി അതെന്ന് അറിയാനായിട്ട്. നമുക്ക് അപ്പുറത്തൊരു ടാങ്ക് ഉണ്ട്, അങ്ങോട്ട് പോവാ. വല അവിടെ വെച്ചാ അതിലും നല്ല അസോള ഉണ്ട്. അതില് ഇവിടെ നോക്കിയാൽ ഇടയ്ക്കാണ് ഒരു തവള അങ്ങനെ തല പൊന്തിച്ചിരിക്കുന്നതാണ്. അതിലും തവള ഉണ്ട് കേട്ടോ. തല താത്തിയോ? തവള അല്ലത്. അത് കാണുന്ന നോക്കോ, മുതലേക്ക് നിൽക്കുന്ന പോലെ കണ്ടോ, കറക്റ്റ് തല പൊന്തിച്ചിരിക്കുന്നത്. എടുത്തു പോകാതെ കണ്ണ് മാത്രം കാണുന്നുണ്ട്. മുതലേ വിചാരിക്കില്ല സൂര്യൻ കാണുമ്പോ. ചിലപ്പോ നമ്മളെ കണ്ടാ തല താത്തിട്ടോ. നല്ല രസമുണ്ട്. ഇതാ തവളക്കൂട്ടൻ. ഇതാള് ഇതൊക്കെ ബിയമ്മോളെ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ ഉണ്ടതില്. അവിടെ കേട്ടെ. ഇതിൽ അസോള ഇത് കുറച്ച് ഷെയ്ഡിലായതുകൊണ്ട് ചെറുത് അസോള. ഇതിൽ പിന്നെ ഗപ്പി ഉണ്ട് കേട്ടോ, ഗപ്പിയും പ്ലാറ്റിയൊക്കെ ഉണ്ട്. അടിയിൽ നല്ല മീനും ഉണ്ട്. ആദ്യം എടുത്ത അസോള നല്ല വെളുപ്പുണ്ടായിരുന്നു. അസോളയ്ക്ക് നല്ല വെളിച്ചം വേണം. ഷെയ്ഡ് കൂടിക്കഴിഞ്ഞാലും ഇതുപോലെ ചെറുതാവും. റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ നല്ല വലുപ്പമുണ്ട്. അത് നമ്മൾ എടുക്കണ്ട. ഇതിൽ നിന്ന് രണ്ടൊന്നും എടുത്തിട്ട് ഇതൊക്കെ പെട്ടെന്ന് pH മാറി കഴിഞ്ഞാലൊക്കെ, ചിലപ്പോൾ വെള്ളത്തിന്റെ pH മാറി മഴ ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ അസോള നശിച്ചു പോകാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ പോയിട്ടില്ല. നമുക്ക് പുറത്തുള്ളതാണ് എപ്പോഴും മഴക്കാലത്തൊക്കെ വാരിയെടുക്കാൻ നല്ലത്. ഇതിലേ മീനുകൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനത്തെ പായലും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാരുന്ന സമയത്ത് അതും കൂടെ കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ടാങ്കിൽ നിന്ന് ഇതാ ഒരു കൊട്ട എടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യാൻ കാണിച്ചതാ. നേരത്തെ നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുത്തു. ഇത് വള ആവാൻ വേണ്ടി പോകുന്നതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് നമ്മള് ചെറിയൊരു കമ്പോസ്റ്റ് ആണ്. നമുക്ക് ഗ്രോ ബാഗ് ഒക്കെ നിറയ്ക്കാൻ നമ്മൾ ഇതിലെ കമ്പോസ്റ്റ് എടുക്കുക. അപ്പൊ നമുക്ക് മണ്ണിനൊക്കെ നല്ല ലൂസ് കിട്ടും ഇത് മിക്സ് ചെയ്താലും. അപ്പം ഇത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തൊരു കമ്പോസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇടുന്നത് നമ്മൾ പശുവിന് കൊടുക്കുന്ന പുല്ലിന്റെ വേസ്റ്റ്, നമ്മൾ അടുക്കളയിൽ നിന്ന് വരുന്ന ഉള്ളിത്തോല്, പിന്നെ പച്ചക്കറി വേസ്റ്റ് അത് ഇട്ട് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് നമ്മൾ അടിച്ചു വാരൂലേ നമ്മുടെ മുറ്റത്തു നിന്നൊക്കെ, അപ്പൊ കിട്ടുന്ന ചപ്പ് ഇലകളൊക്കെ ഇത് കരിയിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇതുപോലെ അസോളയും കൂടെ ഇടയ്ക്ക് ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കും. അപ്പൊ നല്ല വളമായിട്ട് കിട്ടും നമുക്ക്. ഇതിന്റെ അടിഭാഗത്തൊക്കെ കുറച്ച് ആയി വരുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ ഫില്ലായിട്ട് ഒക്കെ ഒന്ന് റെഡി ആയിട്ടാണ് ഇതിന് എടുക്കുക. ഇത് അധികം നമ്മൾ പച്ചക്കറി ഇതൊക്കെ നട്ടു കൊടുക്കാനൊക്കെ ആയിട്ടുള്ളത് ഗ്രോ ബാഗും ചട്ടി നിറയ്ക്കുന്നതിൽ മിക്സ് ചെയ്യൽ ഈ ഒരു കമ്പോസ്റ്റാണ്. ഇതൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇങ്ങനെ ഒരു കമ്പോസ്റ്റ് സെറ്റ് ചെയ്യുക. അതിൽ കരിയിലും കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ ഭക്ഷണ വേസ്റ്റ് പറ്റില്ല, നമ്മളെ ഉള്ളിത്തോല്, പച്ചക്കറിയൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റ്, അങ്ങനത്തെ ഒക്കെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുക്കുക. അതല്ലേ നല്ല നൈട്രജനും കൂടെ നമുക്ക് ഇതിൽ നല്ല മിക്സ് ആയി വന്നോളും. അപ്പോളേ പറ്റുന്ന എല്ലാവരും ഇതുപോലെ അസോളയൊക്കെ കൃഷി ചെയ്യുക. അസോള കോഴി വളർത്തുന്നവർക്ക് മാത്രമല്ല, കോഴി വളർത്തുന്നവർക്ക് നല്ല പ്രോട്ടീൻ്റെ കലവറയാണിത്. നല്ല പ്രോട്ടീനുള്ള തീറ്റ കിട്ടും ചെയ്യും, നമുക്ക് മറ്റ് തീറ്റ ചെലവ് കുറയ്ക്കുകയും ചെയ്യാം. അല്ലാത്തവർക്ക്, നമ്മൾ കോഴി വളർത്താത്തവർക്കും ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ വലിയ മെനക്കെടൊന്നുമില്ല. ഞങ്ങൾ കാണിച്ചില്ല, 2-3 ഷീറ്റ് കാണിച്ചു. ഒന്ന് നമ്മൾ റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്, മറ്റേ ടാർപോൺ ഷീറ്റിലൊക്കെ ചെറിയ ഷീറ്റൊക്കെ വിരിച്ച് അതിൽ അസോള ഒരു പിടി അസോള ഇട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ നമ്മൾ ഇവിടെ വീട്ടിൽ വന്നാലും പിന്നെ ആർക്കെങ്കിലും അസോള വേണമെങ്കിലൊക്കെ നമ്മുടെ ഫാമിൽ വന്നാൽ ഒരു പിടി അസോള കൊണ്ടുപോയാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പറ്റുന്ന എല്ലാവരും നമ്മൾ എന്താ ചെയ്യുക, ജൈവവളം അസോളയും കൂടെ കൂട്ടിയിട്ടുള്ള ജൈവവളം ഉണ്ടാക്കിയെടുക്കുക. അത് കോഴിക്കും പറ്റും, ഇതുപോലെ പച്ചക്കറിക്കും കമ്പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നല്ല വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം.